വെൽക്കം ടു ഇംബോൾസ്. നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡും അതിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും പഠിച്ചാലോ? ഭയങ്കര സിമ്പിളാട്ടോ, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായിക്കോളാം, ഭയങ്കര ടഫാണ്, കുറച്ച് പ്രശ്നമാണ് എന്ന് നമുക്ക് എളുപ്പമാണ് പഠിക്കാൻ. തൈറോയ്ഡ് നമുക്ക് എന്തിനാവശ്യം? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഹോർമോൺ ആയാലും നമ്മളെ ബോഡി മെയിൻ്റനൻസ് ആയാലും, ഈവൻ ദോ നമ്മുടെ ബോഡീൻ്റെ ഹീമോസ്റ്റാസിന് പോലും നമ്മളെ തൈറോയ്ഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് രീതിയിൽ തൈറോയ്ഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ അനാട്ടമി ഓഫ് തൈറോയ്ഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രക്ചർ എങ്ങനെയാണ്? നമുക്ക് എവിടെയാണ് ഒന്ന് കഴുത്തിൻ്റെ മേലെ തൊട്ട് നോക്കി, അവിടെ നമുക്ക് തൈറോയ്ഡ് ഇപ്പം കാണാൻ പറ്റില്ലേ, തൊട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. സോ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് വെച്ചാൽ രണ്ട് കണക്റ്റഡ് ലോബ്സ് ആണ്. നമുക്ക് രണ്ട് ലോബായിട്ട് ഇങ്ങനെ തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ. സോ നമ്മൾ ആദംസ് ആപ്പിളിൻ്റെ ഒക്കെ കുറച്ച് ബാക്കിൽ, ഗേൾസിന് ആദംസ് ആപ്പിൾ ഉണ്ടാവില്ല, മെയിനിൽ ഉണ്ടാവുമല്ലോ. സോ ഒരു തിന്നായിട്ടുള്ള ഒരു ബാൻഡ് ഓഫ് ടിഷ്യൂസ് ആണ് തൈറോയ്ഡ് എന്ന് പറയുക, അല്ലെങ്കിൽ തൈറോയ്ഡ് ഇസ്മസ് എന്ന് പറയുക. സോ ബേസിക്കലി കമ്പോസിഷൻ പറയുവാണെങ്കിൽ മൈക്രോസ്കോപ്പിക് സ്പെറിക്കൽ സാക്സ്, കുഞ്ഞു സാക്സ് പോലെ ഇത് കാണും. അതിനകത്ത് ഫോളിക്കിൾസിനകത്ത് ഫോളിക്കുലർ സെൽസ് ഉണ്ടായിരിക്കും. അവിടെ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? ഉയ് എന്ന് പറയുന്ന പോലെ തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം രണ്ട് ലോബുണ്ട്, അതിനകത്ത് കുഞ്ഞ് സാക്സ് ഉണ്ട്, അവിടെ തൈറോയ്ഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ബേസിക്കലി തൈറോയ്ഡ് നമുക്ക് ഹൈ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അല്ലേ. സോ എങ്ങനെയാണ് തൈറോയ്ഡ് ബ്ലഡിൽ സപ്ലൈ ചെയ്യുന്നത്? ദ തൈറോയ്ഡ് ഈസ് ഹൈലി വാസ്കുലറൈസ്ഡ്. തൈറോയ്ഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഭയങ്കരമായിട്ട് ബ്ലഡിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ ഒരുപാടുള്ള ഒരു ഓർഗനാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് വെച്ചാൽ. അവിടെ ഏകദേശം 80 മുതൽ 120 ml ഓഫ് ബ്ലഡ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ 80 മുതൽ 120 ml ബ്ലഡ് വരെ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തൈറോയിഡിനെ പറ്റി പറയാനുള്ളത്. സോ തൈറോയ്ഡ് ഹോർമോൺസ് ഏതൊക്കെ? ദ ഫസ്റ്റ് വൺ ഈസ് തൈറോക്സിൻ, T4 ആണ്. പിന്നെ T3 ഉണ്ട്, ആൻഡ് കാൽസിട്രോൺ ഉണ്ട്. അപ്പോൾ എന്താ T4 നമുക്കറിയണം. സോ T4 എന്ന് വെച്ചാൽ T4ൽ 4 അയഡിൻ ആറ്റംസ് ഉണ്ട്. T4ൽ 4 അയഡിൻ ആറ്റംസ് ഉണ്ട്. പ്രൈമറി ഹോർമോൺസ് ആണ്. നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി ഹോർമോൺ ആണ് ആര്? T4 എന്ന് വെച്ചാൽ കേട്ടോ. രണ്ട് T3 ആണ്. അവിടെ 3 അയഡിൻ ഉണ്ട്. ട്രൈ അയഡോ ടൈറോണിൻ എന്ന് പറയും കേട്ടോ. ടൈറോക്സിൻ ആൻഡ് ട്രൈ അയഡോ ടൈറോണിൻ എന്ന് പറയും. സോ 3 അയഡിൻ ഉണ്ട്. സോ അവിടെ ആക്റ്റീവ് ഫോം ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കാൽസിറ്റോൺ ആണ്. സി സെൽസ് എന്ന് പറയുന്നു, പ്രൊഡ്യൂസ് ബൈ പാരാഫോളിക്കുലർ സെൽസ്. നമ്മുടെ തൈറോയിഡിലുള്ള പാരാഫോളിക്കുലർ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലുള്ള കാൽഷ്യം ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ആര്? കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ തൈറോക്സിനായി, ട്രൈ അയഡോ ടൈറോണിനായി, ആൻഡ് കാൽസിറ്റോണിനായി. എളുപ്പമല്ലേ, പഠിച്ചു. ഇനി എങ്ങനെയാണ് തൈറോയ്ഡ് ഹോർമോൺ സിന്തസൈസ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് അയഡിൻ ട്രാപ്പിംഗ്. നമുക്ക് അയഡിനെ ട്രാപ്പ് ചെയ്യണം. സോ തൈറോയ്ഡ് ഫോളിക്കുലർ സെൽസ്, നമ്മളെ തൈറോയിഡിലുള്ള തൈറോയ്ഡ് ഫോളിക്കുലർ സെൽസ് എന്ന് വെച്ചാൽ അയഡിൻസിനെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നു. എവിടെ? ബ്ലഡിൽ നിന്ന് സൈറ്റോസോൾ അറിയാലോ, സെല്ലിനകത്തുള്ളതാണ്. സോ സൈറ്റോസോളിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അയോൺസിനെ എന്ത് ചെയ്യുന്നു? ട്രാപ്പ് ചെയ്ത് വെക്കുന്നു. ദാറ്റ്സ് കോൾഡ് അയഡിൻ ട്രാപ്പിംഗ്. രണ്ട്, തൈറോഗ്ലോബുലിൻ സിന്തസിസ് ആണ്. ഈ ഫോളിക്കുലർ സെൽസ് എന്ത് ചെയ്യും? തൈറോഗ്ലോബുലിൻസ് സിന്തസൈസ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെസിക്കിൾസിൽ വെക്കുന്നു. അങ്ങനെ ഫോളിക്കൽ ലൂമിൽ നിന്ന് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? ഫോളിക്കുലർ സെൽസ് തൈറോഗ്ലോബുലിനെ സിന്തസൈസ് ചെയ്യുന്നു. എവിടെ? വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ വെസിക്കിൾസ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ്, ആൻഡ് റിലീസ് ഇൻ ടു ഫോളിക്കുലർ ലൂമൻ. സോ ബേസിക്കലി ഇത്രയും മാത്രം നോക്കിയാൽ മതി. ഫോളിക്കുലർ സെൽസ് എന്ത് ചെയ്യുന്നു? തൈറോയ്ഡ് ഗ്ലോബുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഇനി എവിടെ നിന്നാണ് ഫോളിക്കുലർ സെൽസ് സിന്തസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വിച്ച് ഈസ് ഓൾറെഡി നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അവിടെ വെസിക്കിൾസിലാണ് കേട്ടോ. ആൻഡ് വിച്ച് ഇസ് റിലീസ്ഡ് ഇൻ ടു ഫോളിക്കുലർ ലൂമനിലേക്ക്. ആൻഡ് അയഡിൻ ഓക്സിഡേഷൻ ആണ്. അയഡിൻ എന്ത് ചെയ്യുന്നു? ഓക്സിഡേഷൻ നടക്കുകയാണ് ചെയ്യുക ഇൻ ടു അയഡിൻ മോളിക്യൂൾസ്. അയഡിൻ എന്ത് ചെയ്യുന്നു? അയഡിൻ മോളിക്യൂൾസ് ആയിട്ട് ഓക്സിഡേഷൻ നടക്കുന്നു ബൈ പെറോക്സിഡേസ് എൻസൈം. ഒന്നും കൂടെ പറയാം, അയോഡിൻ അയോൺസ് ഉണ്ട്, അത് അയോഡിൻ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു ബൈ യൂസിങ് പെറോക്സിഡൈസ് എൻസൈം. പിടിയിട്ടില്ലേ? അതിന് ടൈറോസിൻ ആഡിനേഷൻ ആണ്. പിന്നെ T1 T2 ഉണ്ടാവുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മോളിക്യൂൾസ് ബൈൻഡ് ചെയ്ത് ടൈറോസിൻ അമിനോ ആസിഡ്സുമായിട്ട്, ടൈറോഗ്ലോബുലിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അയഡിൻ മോളിക്യൂൾസ് ബൈൻഡ് ടു ടൈറോസിൻ അമിനോ ആസിഡ് ഇൻ ടൈറോഗ്ലോബുലിൻ. സോ എന്ത് ചെയ്യുന്നു? അയഡിൻ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? ടൈറോസിൻ അമിനോ ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുന്നു. എവിടെ? ടൈറോഗ്ലോബുലിനിൽ ചെയ്യുന്നു. അങ്ങനെ T1 T2 ഫോം ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? അപ്പോൾ അയഡിൻ ട്രാപ്പിംഗ് നടന്നു, അയൺസ് ട്രാപ്പ് ആകുന്നു, തൈറോഗ്ലോബുലിൻ സിന്തസിസ് നടക്കുന്നു, ഫോളിക്കുലർ സെൽസ് സിന്തസൈസ് ചെയ്യുന്നു, അയഡിൻ ഓക്സിഡേഷൻ നടക്കുന്നു, അവിടെ ഓക്സിഡൈസ് ചെയ്ത് അയഡിൻ മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്ത് പെറോക്സിഡൈസ് എൻസൈം ആകുന്നു. എൻസൈം വെച്ചിട്ട് ആൻഡ് ടൈറോസിൻ ആഡിനേഷൻ നടക്കുന്നു. അവിടെ T1 ആൻഡ് T2 ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എളുപ്പമല്ലേ? പഠിച്ചു. സോ ഹോർമോൺ സ്റ്റോറേജ് റിലീസ് ആണ്. സോ ഫസ്റ്റ് വൺ ഇസ് കൊളോയിഡ് ഫോർമേഷൻ ആണ്.
ഐഡിനൈഡ് തൈറോഗ്ലോബുലിൻസ് ഒരു സ്റ്റിക്കി മെറ്റീരിയൽ ആയിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ കൊളോയിഡ്സ് എന്ന് പറയുക. ഒന്നും കൂടെ പറയാം, ഐഡിനൈറ്റഡ് തൈറോഗ്ലോബുലിൻസ് സ്റ്റിക്കി മെറ്റീരിയൽ ആവുന്നു, അത് കൊളോയിഡ്സ് ആയിട്ട് മാറുന്നു. അത് തൈറോയിഡ് ഫോളിക്കിൾ ലൂമനിൽ സ്റ്റോർ ചെയ്യുന്നു. എവിടെ സ്റ്റോർ ചെയ്യുന്നു? തൈറോയിഡ് ഫോളിക്കിൾ ലൂമനിൽ സ്റ്റോർ ചെയ്യുന്നു. ഹോർമോൺസ് ഉണ്ട്, T1 T2 മോളിക്യൂൾസ് ജോയിൻ ചെയ്ത് T3 T4 ആയിട്ട് മാറുന്നു. എവിടെ? കൊളോയിഡ്സിൽ. T1 T2 molecule join to form T3 T4 within the colloids. And pinocytosis. So pinocytosis സെൽ ഡ്രിങ്കിങ് എന്നാണ് പറയുക. ഈ ഡ്രോപ്ലെറ്റ്സ് ആയ കൊളോയിഡ്സ് അല്ലേ, അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഫോളിക്കൽ സെൽസുമായിട്ട് നിന്നിട്ട് പീനോസൈറ്റ്സ് ചെയ്ത് മെർജ് ചെയ്ത് ലൈസോസോമുമായിട്ട് മെർജ് ചെയ്യുന്നു. ഒന്നും കൂടെ പറയാം, ഡ്രോപ്ലെറ്റ് ഓഫ് കൊളോയിഡ് റെൻഡർ ഫോളിക്കുലർ സെൽസ് ബൈ പീനോസൈറ്റോസിസ്. സോ ബേസിക്കലി ഡ്രോപ്ലെറ്റ്സ് ഓഫ് കൊളോയിഡ്സ് എന്ത് ചെയ്യുന്നു? ഫോളിക്കൽ സെൽസുമായിട്ട് എന്ത് ചെയ്യുന്നു? റിൻഡർ ആകുന്നു ബൈ പീനോസൈറ്റോസിസ്. പീനോസൈറ്റോസിസ് ഞാൻ പറഞ്ഞു സെൽ ഡ്രിങ്കിങ് ആണ്. അങ്ങനെ ലൈസോസോമുമായിട്ട് മെർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം എന്ത് നടന്നു? പീനോസൈറ്റോസിസ് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? കൊളോയിഡ്സ് ഫോം ചെയ്തു, ഹോർമോൺ കപ്ലിംഗ് നടന്നു. അതിനുശേഷം ഈ കൊളോയിഡ്സ് എന്ത് ചെയ്യുന്നു? ഈ ഫോളിക്കുലർ സെൽസിൻ്റെ അകത്തേക്ക് കടക്കുന്നു. എന്തിനു? റെൻഡർ ചെയ്യുന്നു, അകത്തേക്ക് കടന്നു പോവുകയാണ് ബൈ പീനോസൈറ്റോസിസ് വഴി ചെയ്യുന്നു. ആൻഡ് മെർജ് വിത്ത് ലൈസോം. ഓക്കെ. ആൻഡ് ഹോർമോൺ സെക്രഷൻ T3 T4 ഡിഫ്യൂസ് ചെയ്ത് ബ്ലഡ് സ്ട്രീംസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് സ്റ്റോറേജ് റിലീസ്. ഇത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, പക്ഷേ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ബൈൻഡിങ് പ്രോട്ടീൻ, നമ്മളെ ബോഡിയിൽ പ്രോട്ടീൻസ് ഉണ്ട്, അതുമായി ബൈൻഡ് ചെയ്ത് അതെന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. രണ്ട് ലിപ്പിഡ് സോലബിലിറ്റി ആണ്. T3ക്കും T4ഉം ലിപ്പിഡ് സോലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സെൽ മെംബ്രെയിനിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാറുണ്ട്? ഡിഫ്യൂസ് ചെയ്യാറുണ്ട്. ദ ഫേസ്റ്റ് വൺ ഈസ് പ്രോട്ടീൻ ബൈൻഡിങ് ആണ്. ടൈറോസിൻ എന്ത് ചെയ്യുന്നു? ഗ്ലോബുലിനുമായിട്ട് ബൈൻഡ് ചെയ്ത് റിലീസാക്കുന്നു. ലിപ്പിഡ് സോലബിലിറ്റി ആണ്. ലിപ്പിഡുമായിട്ട് സോലബിലൈസ് ആവുന്നു, ഡിഫ്യൂസ് ആവുന്നു. ആൻഡ് ടാർഗറ്റ് ടിഷ്യൂ ആണ്. ചില സമയങ്ങളിൽ തൈറോയ്ഡ് ഹോർമോൺസ് ചില ടിഷ്യൂവിനെ മാത്രം ടാർഗറ്റ് ചെയ്യും. അങ്ങനെ അവിടേക്ക് മാത്രം പോയിട്ട് എന്ത് ചെയ്യുന്നു? റിലീസ് ആവുകയും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവിടെ തന്നെ വാസ്കുലാരിറ്റി കാണിക്കുകയും അതിൻ്റെ എഫക്റ്റ് കാണിക്കുകയും ചെയ്യാറുണ്ട്. ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം 3 ടൈപ്പ് ഉണ്ട് എന്നുള്ളത്. അത് നമുക്ക് ചോദിച്ചേക്കാം. സോ തൈറോയ്ഡ് ഹോർമോൺ റെഗുലേഷൻ ആണ്. സോ എവിടെയൊക്കെ റെഗുലേറ്റ് ചെയ്യാറുണ്ട്? ഫസ്റ്റ് റെഗുലേഷൻ ഹൈപ്പോതലാമസിലാണ് കേട്ടോ. എവിടെയാണ്? ഹൈപ്പോതലാമസ്. റിലീസ് തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ TRH ആണ്. 2 പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് TSH. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ആണ്, റെസ്പോൺസ് ടു TRH. ആൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, അവിടെയാണ് T3 T4 റെസ്പോൺസ് ടു TSH. ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. T3 T4 ഇൻഹിബിഷൻ കാരണം TSH പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? റെഗുലേഷൻസ്, തൈറോയ്ഡ് ഹോർമോൺ റെഗുലേഷൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പോതലാമസ് ഉണ്ട്, TRH, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, TSH, തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, T3 T4. ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ ഹൈ ലെവൽ ഓഫ് T3യും T4ഉം. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ T3യും T4ഉം കൂടുമ്പോൾ എന്ത് നടക്കുന്നു? TSHൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പോൾ T3 T4 ലീഡ്സ് ടു TSHൻ്റെ പ്രൊഡക്ഷൻ. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസിലാണെങ്കിൽ TRH റിലീസ് ചെയ്യുന്നു, പിറ്റ്യൂട്ടറിയിലാണെങ്കിൽ TSHനെ സ്റ്റിമുലേറ്റ്, റിലീസിങ് ഓഫ് TSH നടക്കുന്നു ആൻഡ് റെസ്പോൺസ് ടു TRH. ആൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡ് പറഞ്ഞു T3 T4 റെസ്പോൺസ് ടു TSH. ഓക്കെ അല്ലേ? മനസ്സിലായി. സോ ഹൈപ്പർതൈറോയിഡിസം പറയുന്ന പോലെ തന്നെ തൈറോയിഡ് ലെവൽ കൂടുക, തൈറോയ്ഡ് ടോക്സിക്കോസിസ്. സോ ടോക്സിക് ലെവലിലേക്ക് പോവുകയാണ്, ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. സോ തൈറോയ്ഡ് ഹോർമോൺ ഒരുപാട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ വിമൻസിലൊക്കെ കോമൺ ആണ്, ആണുങ്ങളെക്കാളും. ബേസിക്കലി 20 മുതൽ 40 വയസ്സുള്ള സ്ത്രീകളിൽ ഒരുപാട് കാണാറുണ്ട്. സിംറ്റംസ് വരുവാണെങ്കിൽ ആങ്സൈറ്റി, ട്രമറൊക്കെ വരും, ഭയങ്കര ദേഷ്യപ്പെടും കേട്ടോ. ഹീറ്റ് സെൻസിറ്റിവിറ്റി, വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവും, ഹാർട്ട് ബീറ്റ് കൂടുക എന്നുള്ളതാണ്. ഒന്നും കൂടെ പറയാം, ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ് ആണ്. ആൻഡ് വിമൻസിലാണ് കൂടുതലും കാണുക. സിംറ്റം പറഞ്ഞു, ആങ്സൈറ്റി, ഹീറ്റ് സെൻസിറ്റിവിറ്റി, വെയിറ്റ് ലോസ് ഒക്കെയാണ്. സോ ഗ്രേവ്സ് ഡിസീസ് ആണ്. സോ ഗ്രേവ്സ് ഡിസീസ് എന്താ? തൈറോയിഡിൻ്റെ എൻലാർജ്മെൻ്റ് ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് ഭയങ്കരമായിട്ട് വളരും ആൻഡ് വിസിബിൾ ഗോയിറ്ററായിട്ട് മാറും. എന്ത് മാറും? വിസിബിൾ ഗോയിറ്ററായിട്ട് മാറും. ആൻഡ് ഐ പ്രൊട്ടക്ഷൻ, കണ്ണൊക്കെ തള്ളി പുറത്തേക്ക് ഉണ്ടാവും. അങ്ങനെ ഗോയിറ്ററുള്ള ആൾക്കാരെ കണ്ടാൽ മതിയാവും, കണ്ണൊക്കെ തള്ളി ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. സോ ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടും. ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ഈ അബ്നോർമൽ ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ആണെങ്കിൽ TSHനെ പോലെ മിമിക് ചെയ്യും കേട്ടോ. TSH എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ ഈ അബ്നോർമൽ ആൻറ്റിബോഡീസ് മിമിക് ചെയ്യും. അങ്ങനെ എക്സസീവായിട്ട് തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ എൻലാർജ്മെൻറ്റ്, സ്വെല്ലിങ്ങും ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ബേസിക്കലി ഗോയിറ്ററാണ്, തള്ളി വരികയാണ് ചെയ്യുക, ഇൻഫ്ലേറ്റ് ആകും ആൻഡ് ഐ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നു, റാപ്പിഡ് ഹാർട്ട് റേറ്റ് കൂടുന്നു എന്നുള്ളതാണ്. സോ ഡയഗ്നോസ് ടെസ്റ്റ് ഉണ്ട്. TSH നമുക്ക് നോക്കാം, ഫ്രീ T4 ആൻഡ് T3 നോക്കാം. സോ ബേസിക്കലി നമ്മളെ ബോഡിയിലുള്ള ഹോർമോൺസ് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണല്ലോ നമ്മൾ നോക്കേണ്ടത്. സോ നോർമൽ റേഞ്ച് പഠിച്ചു വെക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം നമുക്ക് എക്സാമിന് എഴുതിയിൽ മാർക്ക് കിട്ടും. ഇതൊക്കെ മാർക്ക് കിട്ടാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്, നന്നായിട്ട് നോക്കി വെക്കുക. സോ ഗോയിറ്റർ ഞാൻ ഓൾറെഡി പറഞ്ഞു, തൈറോയ്ഡ് എൻലാർജ്മെൻ്റ് ആണ്.
ഗോയിറ്റർ എന്ന് വെച്ചാൽ അബ്നോർമൽ ആയിട്ടുള്ള തൈറോയിഡിൻ്റെ എൻലാർജ്മെൻ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ നെക്കൊക്കെ തള്ളി പുറത്തേക്ക് വരും. സോ ബേസിക്കലി അയൺ ഡെഫിഷ്യൻസി കാരണം അല്ലെങ്കിൽ ഓട്ടോൺ ഇമ്മ്യൂൺ ഡിസോർഡർ ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺ ഒരുപാട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഗോയിറ്റർ ഉണ്ടാവണേ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്ക് വിഴുങ്ങാൻ പറ്റില്ല, ശ്വാസം എടുക്കാൻ പറ്റില്ല, ചുമയ്ക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഭയങ്കര സിംറ്റംസ് ഒക്കെ കാണിക്കുന്നൊരു കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസം. പേര് പറയുന്ന പോലെ ഹൈപ്പോ വളരെ കുറയുവാണ് ചെയ്യുക, അണ്ടർ ആക്റ്റീവായിട്ട് മാറുകയാണ് ചെയ്യുക, ഹോർമോൺസ് ഒക്കെ കുറയുന്നു എന്നുള്ളതാണ്. ടൈപ്പ് ഉണ്ട് കേട്ടോ, ടൈപ്പ് തന്നെ ക്രിട്ടിനിസം ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ക്രിട്ടിനിസവും, വലിയ ആൾക്കാരാണെങ്കിൽ മിക്സഡിമ. മറന്നു പോകരുത്, തിരിഞ്ഞു പോകരുത്. കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ ക്രിട്ടിനിസം, കൺജുനൈറ്റൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നു. ആൻഡ് അഡൾട്ടിലാണെങ്കിൽ മിക്സഡിമ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ക്രിട്ടിനിസം ആൻഡ് മിക്സഡിമയാണ്. സോ കോസ് എന്ന് വെച്ചാൽ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണല്ലോ. ബേസിക്കലി അയഡിൻ ഡെഫിഷ്യൻസി, തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്ത ആൾക്കാരിൽ ഹൈപ്പോ ഉണ്ട്. കാര്യം തൈറോയ്ഡ് ഗ്ലാൻഡ് ഇല്ല, അപ്പോൾ ബേസിക്കലി അവർക്ക് ഹോർമോൺസ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അത് കാരണം വരാം. പിന്നെ ഓട്ടോഇമ്യൂൺ ഡിസീസ് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആൻറ്റിബോഡി മിമിക്കിംഗ് ഒക്കെ ഉണ്ടാവാം. ആൻഡ് സിംറ്റംസ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ഫെറ്റീഗ് ഉണ്ടാവും, കോൾഡ് ഇൻടോളറൻസ്. മറ്റടുത്ത് ഹീറ്റ് ആണെങ്കിൽ ഇവിടെ കോൾഡാണ്. എല്ലാം തിരിച്ചിട്ടാട്ടോ, അവിടെ ഓപ്പോസിറ്റ് ഒക്കെ ഇവിടെ പഠിച്ചാൽ മാത്രം മതിയാകും. ആൻഡ് പാത്തോഫിസിയോളജി പറയാം. ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു, TSH ലെവൽ കൂടുന്നു, മെറ്റബോളിക് പ്രോസസ്സ് കുറയുന്നു, സിംറ്റംസ് ഡെവലപ്പ് ആവുന്നു. എളുപ്പമാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഹോർമോൺസ് കുറയുന്നു, T3 T4 കുറയുവാണ് ചെയ്യുക. അപ്പോൾ TSH പ്രൊഡക്ഷൻ കൂടുന്നു, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ കൂടുവാണ് ചെയ്യുക. ആൻഡ് മെറ്റബോളിക് സ്ലോ ഡൗൺ, ഈ തൈറോയ്ഡ് ഹോർമോൺസ് ഇല്ലല്ലോ, സോ മെറ്റബോളിക് റേറ്റ് എല്ലാം കുറയുന്നു, സിംറ്റംസ് ഡെവലപ്പ് ആവുന്നു, അങ്ങനെ പണി കിട്ടുന്നു. സോ ഡയഗ്നോസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ TSH ചെയ്യാം, ഫ്രീ T4 ചെയ്യാം, ആൻറ്റി തൈറോയ്ഡ് ആൻറ്റിബയോട്ടിക്സുകളും ആൻറ്റിബോഡീസ് ആണ് കേട്ടോ, ആൻറ്റിബോഡീസ് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയും ഡയഗ്നോസ് ചെയ്യാം. സോ ഇമ്പോർട്ടൻസ് ഓഫ് തൈറോയിഡ്സ് അറിയാലോ, മെറ്റബോളിസം നമുക്ക് അത്യാവശ്യമാണ് ഫീറ്റൽ ഡെവലപ്മെൻറ്റ്. ഒരു പ്രഗ്നൻറ്റ് ലേഡി സംബന്ധിച്ച് തൈറോയിഡൊക്കെ കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഫീറ്റസിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കൊഗ്നേറ്റീവ് ഫങ്ഷൻ, നമ്മുടെ നോർമൽ മെമ്മറി, ഇൻ്റലിജൻസ് എല്ലാം ബാധിക്കുന്നത് തൈറോയ്ഡ് ഹോർമോണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞോളൂ. ഹൈപ്പോതൈറോയിഡിസം കുറയുവാണ് ചെയ്യുക, എവിടെ TSH ഇൻക്രീസ് ആവുന്നു, T3 T4 കുറയുകയാണ് ചെയ്യുന്നുണ്ടാവുക. സോ ഗോയിറ്റർ പറഞ്ഞു, എൻലാർജ്മെൻ്റ് ആണ്, ഡെഫിഷ്യൻസി, ഓട്ടോഇമ്യൂൺ ഡിസോർഡർ. സോ ടെസ്റ്റ് ഞാൻ ഏതിൻ്റെ പറഞ്ഞു, ഗ്രേവ് ഡിസീസ് പറഞ്ഞു, ഏതാ പറഞ്ഞ TSH, ഫ്രീ T4 ആൻഡ് T3 പറഞ്ഞു, തൈറോയ്ഡ് എൻലാർജ്മെൻ്റ് ആണ്. സോ ബേസിക്കലി തൈറോയ്ഡ് ഗ്ലാൻഡിനെ പറ്റി ഞാൻ പറഞ്ഞു, എങ്ങനെ കൊണ്ടുപോകുന്നു, പ്രോട്ടീൻ വഴി കൊണ്ടുപോകാം, ലിപ്പിഡ് സോലബിലിറ്റി ഉണ്ട്, ടാർഗറ്റ് ടിഷ്യൂ ഉണ്ട്. ഓക്കെ അല്ലേ. സോ ബേസിക്കലി സിന്തസിസ് പറഞ്ഞു, അയൺ ട്രാപ്പിംഗ് ചെയ്യും, ആൻഡ് സിന്തസിസ് ഉണ്ടാവുന്നു, അയൺ ഓക്സിഡേഷൻ നടക്കുന്നു, ആൻഡ് ടൈറോക്സിൻ അയഡനേഷൻ നടക്കുന്നു. സോ ഇതൊക്കെ സിമ്പിളാണ്, ഒന്നുമില്ല. പിന്നെ സ്ട്രക്ചർ ഇതൊക്കെ എഴുതി വെക്കുക, തൈറോയ്ഡ് വെച്ച സ്ട്രക്ചറൊക്കെ എഴുതി വെക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എഴുതി നമുക്ക് അത്രയും മാർക്ക് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് കാണാം. താങ്ക് യു. റെഫറൻസ് നോട്ട് വായിക്കാതിരിക്കണം കേട്ടോ.